ജയറാം സർ, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും ഉണ്ട്. എന്താണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയൊരു പാഠം, ഒരു ലെസൺ? നമ്മുടെ ജോലി 100% സിൻസിയറായിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്തിനനുസരിച്ച് പെരുമാറാൻ സാധിക്കുക. എല്ലാ ഡയറക്ടേഴ്സും ഒരുപോലെയല്ല. അപ്പോൾ ചെല്ലുന്ന സ്ഥലത്തിനനുസരിച്ച് അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ പറ്റുക, ആ ഡയറക്ടറുടെ ഒരു ആക്ടറായി മാറാൻ പറ്റുക, പിന്നെ ചെയ്യുന്ന ജോലിയിൽ 100% സിൻസിയറായിരിക്കും. അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഏത് കാലത്തും സക്സസ് ഉണ്ടാകുന്നതാണ് തോന്നുന്നത്. നമ്മുടെ ജോലിയിൽ കള്ളത്തരം കളിക്കാതിരുന്നാൽ മതി. ബാക്കി എന്തുണ്ടെങ്കിലും ചിലവർക്ക് പറയില്ലേ, ഭയങ്കര അഹങ്കാരമാണ്, അങ്ങനെയാണ് ഇങ്ങനെ. ചെയ്യുന്ന ജോലി സിൻസിയറാണെങ്കിൽ ആരൊന്നും പറയില്ല. സാറിന് എങ്ങനെ ഇത്ര പേഷ്യൻറ്റ് കാമായിട്ടിരിക്കാൻ പറ്റുന്നു? ഇവിടുന്ന് ലൊക്കേഷനിൽ നോക്കുമ്പോൾ സാർ ഒരിക്കലും മച്ച വെക്കുന്നില്ല, ചൂടാവുന്നില്ല, വളരെ എല്ലാവരുടെ അടുത്തും നന്നായി ബിഹേവ് ചെയ്യണു. കോ ആക്ടേഴ്സിനൊക്കെ അതന്നെയാണ് പറയാനുള്ളത്. അത് ഒന്നും ക്രിയേറ്റീവ് ഉണ്ടാക്കുന്നില്ല, സ്പിരിച്വൽ പവർ ആണോ? അങ്ങനെയില്ല. ഐ എം എൻജോയിങ് കേട്ടോ. എല്ലാം ഒരു ദിവസം മുഴുവൻ രാവിലെ വന്നത് തൊട്ട് വൈകുന്നേരം വരെ എല്ലാ കാര്യങ്ങളും. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്, എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കമൽ സർ, ടൈനി ഡ്രോപ്സ് മേക്ക് എ ബിഗ് ഓഷ്യൻ എന്ന് പറയുന്ന പോലെ ഫിലിം ഇൻഡസ്ട്രിയിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന പല ആൾക്കാരുമുണ്ട്. അവരെല്ലാം എഫേർട്ടാണ് ഫൈനലി ഒരു സിനിമ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഷൂട്ടിംഗ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു ലൈറ്റ് കറക്റ്റായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഇവരുടെ ഗ്ലാമർ പോലും ഇല്ലാണ്ടാവും. മനസ്സിലായി? ഈ ഗ്ലാമറിൻ്റെ പുറകിൽ, ആർട്ടിസ്റ്റുകളുടെ ഗ്ലാമറിൻ്റെ പുറകിൽ അവരുടെ ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഈവൺ ആ സീൻ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന രീതിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ അത്രമാത്രം വേണം. അപ്പോൾ നമ്മളൊക്കെ എന്നും കടപ്പെട്ടിരിക്കുന്നത് സാധാരണ ഇങ്ങനെ ജോലി ചെയ്യുന്ന എന്താ പറയുക, സ്ക്രീനിൽ ബിഹൈൻഡ് ദ സ്ക്രീൻ നിൽക്കുന്ന ഒരുപാട് പേരാണ്. അവരാരും അറിയുന്നില്ല എന്നുള്ളത്. റൗണ്ട് ദ ക്ലോക്ക് ജോലിയാണ്. ഈ 40 ദിവസം നമ്മൾ വിചാരിക്കും വളരെ ഈസി ആയിട്ട്. ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ അവർ രാത്രിയുള്ള ഭക്ഷണം ഓരോരുത്തരുടെ റൂമിലും രാത്രി 11 മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് എല്ലാം എത്തി ആ പാത്രങ്ങൾ മുഴുവൻ തിരിച്ചു കൊണ്ടുപോയി കളക്ട് ചെയ്ത് ആ പാത്രം മുഴുവൻ കഴുകി വൃത്തിയാക്കി രാവിലത്തേക്കുള്ള മുഴുവൻ കുക്ക് ചെയ്ത് 3 മണി 4 മണിക്കുള്ളിൽ ചായയൊക്കെ ആയിട്ട് അവർ തിരിച്ചു ഇറങ്ങണം. റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്യണം. അതുപോലെ സെറ്റിൽ തന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഒരുക്കണം. ഇപ്പോൾ ഈവൻ നമ്മൾ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് കുറേ ചെളിയുണ്ട്. ആ ചെളി ക്ലീൻ ചെയ്യുമ്പോൾ മണ്ണ് ഇപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ചെളിയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ ചെളി കാണാൻ പാടില്ല. ഉടനെ എല്ലാവരും ഇറങ്ങി ആ ചെളി മുഴുവൻ കോരി എടുത്ത് അത് അവരുടെ ഡ്രസ്സ് മുഷിയുന്നോ അല്ലെങ്കിൽ കേടാവുന്നോ ഒന്നും അവർ നോക്കാറില്ല. അപ്പോൾ അതെല്ലാവരും അത് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകിച്ച്. ഇപ്പോൾ ആർട്ട് അസിസ്റ്റൻസ് ഉണ്ട്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, ലൈറ്റ് ബോയ്സ് ഉണ്ട്. അവരൊക്കെ ജോലി ചെയ്യുമെന്നുള്ളതാണ്. മറ്റേ എനിക്ക് ഇന്ന ജോലിയാണ് ഞാനത് മാത്രം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സിനിമയിൽ മാറി നിൽക്കാറില്ല. അതാണ് സിനിമയുടെ, അതാണ് കൂട്ടായ്മ. അതാണ് ആ കൂട്ടായ്മയുടെ വിജയമാണ് ഓരോ സിനിമ എന്നുള്ളത്. ജയറാം സർ ഒരു ആക്ടർ അല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ഞാൻ മിമിക്രി ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാനൊരു കമ്പനിയുടെ ഹെൻകൽ കെമിക്കൽസ് എന്ന കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. കേരള, തമിഴ്നാട്, സേലം, കോയമ്പത്തൂർ ആ സൈഡ്. കാലത്ത് ജോലിക്ക് പോവും, അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ കലാഭവൻ്റെ മിമിക്രിക്ക് പോവും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ അതിനുമുമ്പ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. ചിലപ്പോൾ അതിനിടയ്ക്ക് ഞാൻ സബ് ഇൻസ്പെക്ടർ ടെസ്റ്റ് എഴുതാൻ പോയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ജോലി തിരഞ്ഞെടുക്കായിരുന്നു.